വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടക്കുന്ന രംഗം അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 2:1 മുതൽ 11 വരെ വാക്യങ്ങൾ. അവിടെ പറയുന്നു, 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം ശേഖരിക്കുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവുകളുമായിരുന്നു. അത് നിറയ്ക്കുവൻ എന്നവൻ കൽപ്പിച്ചു. നിറച്ചു. വിരുന്നുവാഴി എന്ന് പറയുന്ന കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മുന്തിയ ഇനം ആദ്യം വിളമ്പുന്നു, പൂസായി കഴിയുമ്പം താഴ്ന്നു തരും. പക്ഷെ നീ നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. പിതാവായ ദൈവം ആദ്യം സ്ഥാപിച്ച ഉടമ്പടി കല്യാണമാണ്. ഉൽപ്പത്തി 2:23. ദൈവം സ്ഥാപിച്ച ആദ്യത്തെ സാമൂഹിക ക്രമം ദാമ്പത്യമാണ്. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം എന്ന് പറയുന്ന പുരുഷനെയും സ്ത്രീയും ഒരുമിപ്പിക്കുന്ന ദാമ്പത്യബന്ധം. പിതാവായ ദൈവം ആദ്യം സ്ഥാപിച്ചത് വിവാഹമെന്ന ഉടമ്പടിയാണെങ്കിൽ പുത്രനായ യേശു തമ്പുരാൻ ആദ്യം ആശീർവദിച്ചതും വിവാഹമെന്ന ഒരു കൂതാശയാണ്. കാനായിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു. വിശുദ്ധ നാട്ടിൽ 2 കരകൾ, ഒന്ന് യൂദയ പ്രദേശം, 2 ഗലീലി പ്രദേശം. 2 പ്രദേശത്തും കാന എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് എടുത്തു പറയുന്നു, ഇത് ഗലീലിയിലെ കാനായിൽ. യഹൂദരുടെ വിവാഹ രീതിയും നമ്മുടെ വിവാഹ രീതിയും തമ്മിൽ ഒരു വലിയ വ്യത്യാസം. നമ്മുടെ നാട്ടിൽ മാർച്ച് മാസം 3-ാം തീയതി ഞായറാഴ്ച വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ ക്ഷണിച്ചാൽ മാർച്ച് 2-ന് വൈകിട്ട് വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും. 3-ന് പള്ളിയിൽ വരും, കർമ്മത്തിൽ പങ്കെടുക്കും, ഭക്ഷണം കഴിച്ച് പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് യാത്രയാകും. നമ്മുടെ നാട്ടിലെ രീതി അതാണ്. ചില ആൾക്കാർ പള്ളിയിൽ കൂടെ വരികയില്ല, പട്ടി കശാപ്പുകളിൽ എല്ല് തിന്നാൻ പോകുന്ന പോലെ പാരീഷുകളിൽ എല്ല് കടിക്കാൻ വേണ്ടി പോവും. അത് പട്ടിയുടെ സംസ്കാരമാണ്, ക്രൈസ്തവ പാരമ്പര്യമല്ല. പക്ഷെ യഹൂദർക്കിടയിൽ അങ്ങനെയല്ല. മാർച്ച് 3-ാം തീയതി വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ ഫെബ്രുവരി മാസം 26-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലം മുഴുവൻ വിളിച്ച വീട്ടിൽ കയറി ചെല്ലാം. കയറി ചെല്ലുമ്പോൾ ക്ഷണക്കത്ത് കൊണ്ടുവന്ന് കാവൽക്കാരനെ കാണിക്കണം. കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ച് വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് പുതയ്ക്കാൻ കൊടുക്കും. ആ കോട്ടിൻ്റെ പേരാണ് വിവാഹ വസ്ത്രം. 300 പേര് ഒരേ നിറമുള്ള കോട്ടും ധരിച്ച് പന്തലിൽ കയറിയാൽ കാണാൻ നല്ല പകിട്ട്. ബൈബിളിൽ ആർത്തിപണ്ഡാരമായ ഒരു മനുഷ്യനെ കാണാം. കത്തെടുക്കാനും മറന്നുപോയി, കോട്ടിടാനും മറന്നുപോയി. ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെ കല്യാണ പന്തലിലേക്ക് ഇടിച്ചു കയറി, ചെവിക്ക് പിടിച്ചു തൂക്കി പുറത്തേക്ക് വിട്ടു. കാരണം വെഡിങ് ഗാർമെൻറ്റ്സ്, വിവാഹ വസ്ത്രം ധരിച്ചില്ല, മിനിമം ഒരുക്കമില്ല. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. യഹൂദർക്കൊരു പാരമ്പര്യമാണ്, വീട്ടിൽ വീഞ്ഞ് തീർന്നോ ദൈവാനുഗ്രഹം തീർന്നു പോയെന്നാണ്. അതായത് ജോയൽ പ്രവാചകൻ പറയുന്നു, നിൻ്റെ വീട്ടിലെ തീരാത്ത ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് നിൻ്റെ ഭരണിയിലെ ഒഴിയാത്ത വീഞ്ഞ്. ഇത് കേട്ടേച്ച് കല്ലട പ്രദേശത്തുള്ള ഏതൊരു കുടിയന്മാർ കെട്ടിയന്മാർ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയല്ലേ, എടി ജോസഫ് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ വീട്ടിലെ തീരാത്ത ദൈവാനുഗ്രഹമാണ് കുപ്പിയിലെ ബ്രാൻഡി, അവസാനിക്കാത്ത ഭാഗ്യമാണ് അലമാരിയിലെ വിസ്കി. അങ്ങനെ വ്യാഖ്യാനിക്കാനല്ല. ഒരു ചെറുപ്പക്കാരൻ 5 കുപ്പി കിങ് ഫിഷർ ബിയർ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അമ്മ ചോദിച്ചേടാ, നീ കുടിയും തുടങ്ങിയോ? അപ്പോൾ ഇല്ലമ്മേ. പിന്നെ എന്നാടായത്? കുടിയല്ലമ്മേ, ഇന്ത്യയുടെ സ്വത്ത് കട്ടോണ്ട് പോയ വിജയമല്യയുടെ സ്വത്ത് ഞാൻ മരപ്പിക്കുകയാണ് ഇവിടെ വെച്ചിട്ട്. കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്, നീതീകരണമുണ്ട്. ഇപ്പം ക്ഷണക്കത്ത് കൊണ്ട് ചെല്ലുക, കാവൽക്കാരൻ്റെ കൊടുക്കുക. കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ച് വെക്കും, കഴുത്തറ്റം തിന്നും. എന്നുവെച്ച് കലവറക്കാരൻ വിരുന്നുവാഴി ഇഷ്ടംപോലെ കഴിക്കാനും കുടിക്കാനും കൊടുക്കും. കഴുത്തറ്റം തിന്നുക, മൂക്കറ്റം കുടിക്കുക, ഏമ്പക്കം വിടുക, എഴുന്നേറ്റ് പോരുക. പോരുമ്പം കോട്ട് ഊരി കൊടുക്കുക, കത്ത് മേടിച്ച് പോക്കറ്റിലിടുക, ചെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളെ രാവിലെ എഴുന്നേൽക്കുക, കത്തെടുക്കുക, കൊണ്ട കൊടുക്കുക, കോട്ടിടുക, പിന്നെയും തിന്നുക, കുടിക്കുക. ഒരാഴ്ചക്കാലം ഇസ്രയേലിൽ യഹൂദ പാരമ്പര്യം അനുവദിക്കുന്നുണ്ട്. ഒരാഴ്ചക്കാലം മുഴുവൻ
ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേര് വന്നു. കർത്താവായ യേശുവിനെ വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ ക്രിസ്തു അല്ലാത്ത കുറേ പേര് അവനെ കാണാൻ വേണ്ടി വന്നു. സ്ഥലം നമുക്കറിയാം, പ്രേമേന്ദ്രനെയോ സ്ഥലം MLA ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ല, ലോക്കൽ നേതാക്കന്മാർ ഒരു നാണമില്ലാതെ നമ്മുടെ ഭക്ഷണം തീർക്കാൻ വേണ്ടി വലിഞ്ഞേറി വരും. സാധാരണ കാണുന്ന കാഴ്ച. നമ്മൾ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, വസന്തഭവൻ, ശരവണഭവൻ, ഉടുപ്പി ഹോട്ടൽ അവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ്റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ. പക്ഷെ ഓർഡർ കൊടുക്കാത്തൊരു വയ്യാവേലി ഒരു നാണമില്ലാതെ പ്ലേറ്റിൽ കയറി കുത്തിയിരിക്കും. ഉഴുന്നുവട എന്ന് പറയുന്ന തുളവട. പിന്നെ മര്യാദ ഉള്ളതുകൊണ്ട് അവൻ്റെ മോന്തയ്ക്ക് ഡെയിലി തിന്നിട്ട് പോരും. കാനായിലെ വീട്ടിൽ വിളിക്കാതെ കുറേയേറെ ഉഴുന്നുവടകൾ ഉരുണ്ട് കയറി വന്നു. ഇത്രയും പേര് വന്നപ്പോൾ വീട്ടുകാർക്ക് നാണക്കേടിൽ പരിശുദ്ധ അമ്മ തൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു. ദൈവമാതാവായ മറിയം എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, അമ്മ ലോകത്തിലേക്ക് വന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ്. 2019 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന മോനെ വീഞ്ഞ് തീർന്നുപോയി. 2019 ഫെബ്രുവരി മാസം അവസാനത്തെ ദിവസം അമ്മയുടെ പ്രാർത്ഥന മോനെ അച്ഛൻ്റെ കൃപ ചോർന്നുപോയി, ദമ്പതിമാരുടെ ചൈതന്യം വാർന്നുപോയി, സമ്പത്ത് തീർന്നുപോയി. അമ്മ പ്രാർത്ഥിച്ചു, പുത്രൻ പ്രവർത്തിച്ചു. കൽഭരണികൾക്ക് മേൽ രക്ഷകൻ്റെ പുണ്യകരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വെളുതി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ മുഖം പോലെ ചുവന്നു തൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി വാരിക്കോരി വിളമ്പി. ഇവിടെയാണ് വിരുന്നുവാഴി എന്ന കലവറക്കാരൻ ചോദിക്കുന്ന ചോദ്യം. എല്ലാവരും നല്ല ഇനം, കൂടിയനം, മുന്തിയനം ആദ്യം വിളമ്പുന്നു. ലഹരി പിടിക്കുമ്പോൾ താഴ്ന്ന തരവും എല്ലാ ജീവിതാന്തസ്സിലും നല്ലത് ആദ്യം വിളമ്പും. കുറെ കഴിയുമ്പം തണുത്തു പോവും. അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ പുത്തൻ അച്ഛന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കണ്ടാൽ തോന്നും ഈ കക്ഷിയായിരിക്കും ഇത് സ്ഥാപിച്ചയാൾ, എത്ര ഭക്തിയോടുകൂടി അർപ്പിക്കുന്നു. പുത്തൻ അച്ഛന്മാരും മറ്റുമൊക്കെ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ് നീണ്ട ആശീർവാദം. പക്ഷേ 10-15 വർഷം കഴിഞ്ഞ് അച്ഛൻ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മാന്തി പോലെ. ഇത്രയേ ഉള്ളൂ. വീര്യം പോയി, ലഹരി പോയി. ഇത് പൗരോഹിത്യത്തിൽ മാത്രമല്ല, വിവാഹത്തിലുമാണ്. കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ പൊന്നെ, തേനെ, പാലെ, വയമ്പേ, ചക്കര, മുത്തേ. പക്ഷേ കുറേ കഴിയുമ്പം ലഹരി പോയി. പിന്നെ പറയും എൻ്റെ അച്ഛ ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ തോന്നുന്നു. ആദ്യത്തെ ലഹരി പോയി, വീര്യം പോയി. കത്തോലിക്ക സഭയിൽ 50 നോമ്പിൽ ഒരാചാരമുണ്ട്, കുരിശിൻ്റെ വഴി എന്നും പറഞ്ഞ്. വെള്ളിയാഴ്ചകളിൽ ഞാൻ കഴിഞ്ഞ 50 നോമ്പിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. വെള്ളിയാഴ്ച 4 മണിക്ക് എൻ്റെ സ്നേഹിതൻ കാപ്പ് കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു. കാപ്പ് കൂടി കഴിഞ്ഞ് പള്ളിയിലൂടെ ഞാൻ പോരുക. 5:30 കുരിശിൻ്റെ വഴി, തുടർന്ന് അച്ഛൻ്റെ പ്രസംഗം. ഞാൻ പോരുമ്പോൾ 65 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ വീർത്ത മുഖവുമായിട്ട് മുമ്പിൽ, തൊട്ടു പുറകെ 68കാരൻ കെട്ടിയവൻ വീർപ്പിച്ച മുഖമായിട്ട് പിമ്പിൽ. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. പോന്നു, കുരിശിൻ്റെ വഴിക്ക് ചേട്ടനും പോന്നു. നന്നായിട്ട് ആരംഭിച്ച് പിന്നെ മരവിച്ച് പോകുന്ന, തണുത്തു പോകുന്ന കുടുംബം. ഒരിക്കൽ കൂടെ വീര്യം വേണോ? കർത്താവായ യേശു കുടുംബത്തിന് നടുക്ക് വേണം. ദൈവമാതാവായ മറിയം വശത്ത് വേണം. കാനായിലെ വീട്ടിൽ യേശുവും മറിയവും ഒരുമിച്ച് വന്നപ്പോൾ അത്ഭുതം നടന്നു, ദൈവത്തിൻ്റെ അടയാളങ്ങൾ നടന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും കർത്താവ് നടുക്ക് നിൽക്കട്ടെ. നമ്മുടെ ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാന, സന്ധ്യാപ്രാർത്ഥന, വേദപുസ്തക വായന, ഇടവ കൂട്ടായ്മയോട് ചേർന്നുള്ള ഒരു ജീവിതം, അത് ക്രിസ്തുവിനെ നടുക്ക് നിർത്തും. പരിശുദ്ധ അമ്മയോടുള്ള 8 നോമ്പ്, 15 നോമ്പ് നമുക്കറിയാം. അമ്മയെ വണങ്ങുന്ന നോമ്പുകൾ, അത് പരിശുദ്ധ അമ്മയെ വശത്ത് നിർത്തും, അമ്മയെ യേശുവിനെ നടുക്ക് നിർത്തും. അങ്ങനെയുള്ള കുടുംബത്തിൽ വീര്യമുണ്ട്. ബൈബിളിൽ 3 എന്ന വാക്കും കൂടെ ശ്രദ്ധിക്കണം. 3-ാം ദിവസം കാനായിൽ വിവാഹവിരുന്ന് നടന്നു. വിശുദ്ധ ബൈബിളിൽ പ്രധാനപ്പെട്ട കാര്യം കാണിക്കുന്നതിനാണ് 3 എന്ന അക്കം കാണിക്കുക. വളരെ പ്രാധാന്യമുള്ള കാര്യത്തിന് 3. മോശ സീനായ് മല കയറി 3-ാം ദിവസം ദൈവപ്രമാണം കിട്ടിത്തുടങ്ങി. പ്രോഫറ്റ് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 നാൾ കിടന്നു. യേശു പറഞ്ഞു, ദേവാലയം തകർത്താൽ 3-ാം ദിവസം ഞാനിത് പുതുക്കും. 3-ാം ദിവസം. ക്രിസ്തുവിൻ്റെ കൂടെ എപ്പോഴും 3 ശിഷ്യന്മാർ നടന്നു. കാനായിൽ 3-ാം ദിവസം വിവാഹം നടന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ 12-ാം വയസ്സ് മുതൽ അവൻ്റെ ഉത്ഥാനം വരെ ഒരു 3ൻ്റെ മഴവില്ലുണ്ട്. ലൂക്കോസ് വിശേഷം 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ
ദേവാലയത്തിൽ 3 നാൾ കാണാതെ പോയി. 12-ാം വയസ്സിൽ 3 നാൾ കാണാതെ പോയവനെ ജീവിതാന്ത്യത്തിലും 3 നാൾ കണ്ടില്ല. ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർപ്പ് വരെ. എവിടെയെല്ലാം ക്രൈസ്തവ സ്വാധീനമുണ്ടോ അവിടെയെല്ലാം 3-ന് ഊന്നൽ, ലേലം വിളി, 1 തരം, 2 തരം, 3 തരം. ഏറ്റവും വലിയ ഉറപ്പാണ് 3 എന്ന് പറയുക. 3 ഉറപ്പിനെ സൂചിപ്പിക്കുന്ന 3. കാനായിൽ 3-ാം ദിവസം അവൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ നടക്കുന്നതായിട്ട് കാണാം. യോഹന്നാൻ്റെ സുവിശേഷത്തിന് ബൈബിൾ പഠനങ്ങളിൽ 4 പേരുകളിലാണ് അറിയപ്പെടുക. 4 പേരുകൾ. 1 ജീവൻ്റെ സുവിശേഷം, 2 പ്രകാശത്തിൻ്റെ സുവിശേഷം, 3 അടയാളങ്ങളുടെ സുവിശേഷം, 4 സമൃദ്ധിയുടെ സുവിശേഷം. യോഹന്നാനിൽ ഉടനീളം കാണുന്ന ഒരു സന്ദേശമാണ് കർത്താവുണ്ടോ സമൃദ്ധി. 2-ാം അധ്യായത്തിൽ കാനായിൽ വന്നപ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി, 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി, 21-ാം അധ്യായത്തിൽ വന്നപ്പോൾ മത്സ്യത്തിൻ്റെ സമൃദ്ധി, 2-ൽ 6 ഭരണി വീഞ്ഞിൻ്റെ സമൃദ്ധി, 5-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ 5000 അപ്പത്തിൻ്റെ സമൃദ്ധി, 21-ാം അധ്യായത്തിൽ 153 മത്സ്യത്തിൻ്റെ സമൃദ്ധി. കർത്താവുണ്ടോ സമൃദ്ധി. അതുകൊണ്ടാണ് യോഹന്നാൻ എപ്പോഴും പഠിപ്പിക്കുന്നത് യേശു ഉള്ളത് സമൃദ്ധി. സമൃദ്ധിയുടെ പ്രതീകമായ വെള്ളം യോഹന്നാനിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. യോഹന്നാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബൈബിൾ പ്രതീകമാണ് വെള്ളം. വെള്ളം സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിൽ വെള്ളത്തിൽ മീൻ പിടിക്കുന്നവർ ശിഷ്യരായി. 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞായി. 3-ാം അധ്യായത്തിൽ ഒരു മാമോദിസ, വെള്ളത്തെക്കുറിച്ച് സൂചന, വീണ്ടും ജനിക്കണം. 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യാക്കോബിൻ്റെ കിണറ്റിൽ വെള്ളം കോരാൻ വരുന്ന സമറിയാക്കാരി സ്ത്രീ. 5-ാം അധ്യായത്തിൽ ബെസേദാ കുളത്തിൽ വെള്ളത്തിൻ്റെ പക്കത്ത് കാത്തു കിടക്കുന്ന മുടന്തൻ. 6-ാം അധ്യായത്തിൽ വെള്ളത്തിന് മീതെ നടക്കുന്നു. 7-ാം അധ്യായത്തിൽ ദാഹിക്കുന്നവൻ വന്ന് കുടിക്കുക. 9-ാം അധ്യായത്തിൽ ശിലോഹ കുളത്തിലെ വെള്ളം. 13-ാം അധ്യായത്തിൽ വെള്ളം കൊണ്ട് പാദം കഴുകുന്നു. 21-ാം അധ്യായത്തിൽ വെള്ളത്തിൻ്റെ തീരത്ത് അപ്പവും മീനും ചുട്ട് അമ്മ മനസ്സോടെ കാത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം. തമ്പുരാനുണ്ടോ അവിടെ സമൃദ്ധി എന്നാണ് പറയുക. 2 3 അളവ് കൊള്ളുന്ന 6 ഭരണികൾ. ശുദ്ധ മലയാളത്തിൽ 75 ലിറ്റർ കൊള്ളുന്ന 6 ഭരണികൾ. 1 2 ഭരണി കൂടി വെള്ളം കൂടെ വീഞ്ഞായാൽ കല്യാണം നടക്കും. പക്ഷേ കുറേ കല്യാണം നടക്കട്ടെ, 6 ഭരണി വെള്ളം അവിടുന്ന് വീഞ്ഞാക്കി മാറ്റുന്നു. 6ൻ്റെ പ്രത്യേകത. 6 ബൈബിളിലെ അപൂർണത, 7 പൂർണ്ണത. കാനായിൽ അപൂർണ 6 ഭരണി. വെളിപാട് പുസ്തകത്തിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന ജീവിയുടെ നെറ്റിയിൽ അപൂർണതയുടെ പൂർണ്ണത. 3 6കൾ അടുപ്പിച്ചെഴുതി 6 6 6 666 അപൂർണതയുടെ പൂർണ്ണത സൂചിപ്പിക്കുന്നു. ഇപ്പം കാനായിൽ 6 ഭരണി വെള്ളം അവൻ വീഞ്ഞാക്കി മാറ്റുന്നു. ഇതിൻ്റെയും കൂടെ പശ്ചാത്തലം മനസ്സിൽ കുറിച്ചുകൊള്ളുക. ഇസ്രയേലിൽ ഒരു പാരമ്പര്യമുണ്ട്. ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പെങ്കൊച്ചാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നതെന്ന് അപ്പനും അമ്മയും കൂടി അവിടെ ഓർമ്മയ്ക്കായി 1 ഭരണി വീഞ്ഞ് പത്താഴത്തിലോ തട്ടുംപുറത്തോ കട്ടിക്കീഴയോ എടുത്തു വെക്കും. പാവപ്പെട്ട വീട്ടിൽ ചെറിയ ഭരണി, സമ്പത്തുള്ള വീട്ടിൽ മുഴുത്ത ഭരണി. ഓരോ ജന്മദിനത്തിലും അപ്പനും അമ്മയും കൂടി ഓരോ ഭരണി വീഞ്ഞ് പെണ്ണിന് വേണ്ടി എടുത്തു വെക്കും. യഹൂദ പെണ്ണിൻ്റെ കല്യാണം നടക്കുന്നത് 13-ാം വയസ്സിലാണ്. 13 വയസ്സാകുമ്പോൾ 13 ഭരണി വീഞ്ഞ് അപ്പനും അമ്മയും കൂടി എടുത്തു വച്ചിട്ടുണ്ട്. ഏറ്റവും ലഹരി പിടിച്ചത് ഏറ്റവും പഴക്കമുള്ളതാണ്. 1-ാം ജന്മദിനത്തിൽ 13 വർഷം പഴക്കമുള്ളത്. അതാണ് മുന്തിയനം. അത് പെൺവീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വിളമ്പും. അത് തീർന്നു പോയോ പെൺവീട്ടുകാർക്ക് നാണക്കേട്. കാനായി തീർന്നുപോയി. ക്രിസ്തു പ്രവർത്തിച്ചപ്പോൾ 13 വർഷം പഴക്കമുള്ള വീഞ്ഞിനേക്കാൾ വീര്യമുള്ളതായി അവൻ ആശീർവദിച്ച പച്ചവെള്ളം. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ കാണുക. തീർച്ചയായിട്ടും നമുക്കറിയാം കാനായിലെ വീട്ടിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. കാരണം ബൈബിളിൽ വഴക്ക് എഴുതുകയില്ല, ചില കാര്യം ബൈബിളിൽ കാണുകയില്ല. മാതാവിനെക്കുറിച്ച് ഒത്തിരി കാര്യം ബൈബിളിൽ പറയേണ്ട, യോസേപ്പ് പിതാവിനെക്കുറിച്ച് ഒത്തിരി കാര്യം ബൈബിളിൽ പറയേണ്ട. കാരണം യോഹന്നാൻ്റെ സുവിശേഷം തീരുന്നത് ഇങ്ങനെയാണ്. അവൻ ദൈവപുത്രനാണെന്ന് കാണിക്കാനുള്ളത് മാത്രമേ ബൈബിളിൽ എഴുതിയിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യം എഴുതാനുണ്ട്. അത് എഴുതണ്ട, സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളിൽ ഉണ്ടെങ്കിൽ മതി.
എഴുതപ്പെട്ട ബൈബിൾ പോലെയോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാ സഭയുടെ ജീവിച്ച വിശുദ്ധ പാരമ്പര്യങ്ങൾ. അത് പാരമ്പര്യങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെയാണ് കാനായിലെ വീട്ടിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. വഴക്ക് ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്താണ് വഴക്കിൻ്റെ കാരണം? എല്ലാ കരുതലുമുള്ള വിവാഹ വീട്ടിൽ വീഞ്ഞു തീരാൻ കാരണക്കാരനാൻ. എല്ലാ കരുതലുമുള്ള വിവാഹ വീട്ടിൽ വീഞ്ഞു തീരാൻ കാരണക്കാരനാര്? ഭാര്യ പറഞ്ഞു താൻ പിശുകന ലുബ്ധന പിശുകനാണ്.